എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എങ്ങനെ പോകുന്നു? അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആയി അല്ലേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ നോക്കിയത് അവരുടെ ഫീലിങ്സ്, തോട്ട്സ്, ഏറ്റവും തീവ്രമായിട്ടുള്ള തോട്ട്സ് എന്താണ് എന്നൊക്കെ നമ്മൾ നോക്കി. വളരെ പോസിറ്റീവ് റിസൾട്ട്സാണ് വളരെ കൂടുതലായിട്ട് നമുക്ക് കിട്ടിയത് അല്ലേ? കൂടുതൽ പേരും അതുപോലെ മൂവിങ് ഓൺ അവരുടെ ഭാഗത്തുനിന്ന് പോസിബിൾ അല്ല എന്നൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാം ശരി. ഇനി എന്ത് അല്ലേ? ഇനി എന്താണ് അവർ ചെയ്യാൻ പോകുന്നത്? തോട്ട്സിലും ഫീലിങ്സിലും മാത്രം ആക്ഷൻ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. റിയൽ ലൈഫിൽ ആക്ഷൻ വരുന്നുണ്ടോ എന്ന് നമുക്കറിയണം അല്ലേ? അപ്പോൾ ഇന്ന് നിങ്ങളുടെ പേഴ്സൺ ഇനി എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ തീരുമാനം എടുക്കാൻ പോകുന്നത്? വാട്ട് ഈസ് നെക്സ്റ്റ്, അല്ലെങ്കിൽ വാട്ട് ഈസ് എ നെക്സ്റ്റ് ആക്ഷൻ ഫ്രം യുവർ പേഴ്സൺ എന്ന് നമുക്കിന്ന് നോക്കാം. അതും നമുക്കറിയണ്ടേ എന്താണെന്നൊക്കെ. ഇതിന് ശേഷം നാളെ സമയം പോലെ തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ ആൽഫബറ്റ്സ് വെച്ച് തന്നെ നാളെ നോക്കിത്തരാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് കമ്മിങ് ട്യൂസ്ഡേ അഗെയിൻ സബ്സ്ക്രൈബേഴ്സ് ലൈവ് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. കമ്മിങ് ട്യൂസ്ഡേ സബ്സ്ക്രൈബേഴ്സ് വന്നോളൂ. വെനസ്ഡേ മെമ്പേഴ്സ് ലൈവും ചെയ്യാം. ഓക്കെ, മെമ്പേഴ്സ് ലൈവ് കുറച്ച് പേര് ജോയിൻ ചെയ്യുന്നുള്ളതുകൊണ്ട് വെനസ്ഡേ ഐ ക്യാൻ മാനേജ്. അപ്പോൾ ട്യൂസ്ഡേ സബ്സ്ക്രൈബേഴ്സ് ലൈവ്, വെനസ്ഡേ മെമ്പേഴ്സ് ലൈവ്. ഓക്കെ, പോസ്റ്റിൽ ഇട്ടേക്കാം കേട്ടോ, പോസ്റ്റ് ചെയ്തിട്ടേക്കാം. അപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം നമുക്ക്. ഓർക്കുക, ഇതൊരു ജനറൽ ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായി റെസനേറ്റ് ആവുന്നോ അത്രത്തോളം മാത്രം എടുക്കുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായി റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല എന്നെപ്പോഴും ഓർക്കുക. ഇതിൽ എന്ത് പോസിറ്റീവ് വന്നാലും നെഗറ്റീവ് വന്നാലും അത്രയ്ക്ക് ഒരു ഗൈഡൻസ് ആയിട്ട് മാത്രം അത് എടുത്താൽ മതി. ഓക്കെ, അത് നിങ്ങൾക്കുള്ള ഫൈനലായിട്ടുള്ളൊരു തീരുമാനമല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്താൽ മാത്രമേ നമുക്ക് എക്സാക്ട് സിറ്റുവേഷൻ എന്താണെന്നൊക്കെ അറിയാൻ സാധിക്കുള്ളൂ. ഓക്കെ, പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് ഞാൻ നമ്പർ സ്ക്രീനിൽ കൊടുത്തയക്കാം, വേണ്ടവർ കോൺടാക്റ്റ് ചെയ്തോളൂ. ഓക്കെ, ലൈവ് പേഴ്സണൽ റീഡിംഗ് പറ്റാത്തവർ ലൈവിന് ജോയിൻ ചെയ്തോളൂ. ഓക്കെ, തുടങ്ങാം നമുക്ക്. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഫീലിങ്സിലും തോട്ട്സിലും എല്ലാം വളരെ നല്ല കാര്യങ്ങളായിരുന്നു. ഇനി എന്താണ് അവർ ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ തീരുമാനിക്കാൻ പോകുന്നത്? എന്ത് സ്റ്റെപ്പാണ് അല്ലെങ്കിൽ എന്ത് ആക്ഷനാണ് അവർ ഇനി ഇവരുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ എടുക്കാൻ പോകുന്നത്? എൻ്റെ വ്യൂവേഴ്സിന് അറിയാൻ താല്പര്യമുണ്ട്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ഇനി എന്ത് സ്റ്റെപ്പാണ് അവരുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ എടുക്കാൻ പോകുന്നത്? വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ ദ റിലേഷൻഷിപ്പ്? എന്ത് തീരുമാനമായിരിക്കും എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും, അല്ലെങ്കിൽ എന്ത് സ്റ്റെപ്പായിരിക്കും, എന്ത് ആക്ഷനായിരിക്കും എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും വരുന്നത് കാണിച്ചു തരും. എടുക്കട്ടെ. 4 of Wands, wish fulfillment, കല്യാണം, പ്രപ്പോസൽ അല്ലേ? 7 of Cups. ഓക്കെ, പേജ് ഓഫ് പെൻഡക്കിൾസ്, എംപറർ. ക്ലാരിഫൈ ചെയ്ത് തന്നെ പോവാം കേട്ടോ. 4 of Pentacles, 3 of Wands. ഓക്കെ, പേജ് ഓഫ് വാൻഡ്സ്. 3 of Swords അത്ര നല്ല കാർഡല്ല. എംപ്രസ്, ലവേഴ്സ്, ഗുഡ്. Ten of Pentacles, okay. Hanged Man and 8 of Wands ആണ് bottom of the deck. ഓക്കെ, ക്ലാരിഫൈ ചെയ്ത് തന്നെ പോവാം. ക്ലാരിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും, ക്ലാരിറ്റി കിട്ടും കേട്ടോ. കുറച്ച് ബാക്കിലേക്ക് വെക്കട്ടെ, എന്നാൽ എല്ലാ കാർഡും കാണാൻ പറ്റും. ക്ഷമിക്കുക, ഷേക്കി ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ. ഓക്കെ, ശരി. ക്ലാരിഫൈ 4 of Wands. ക്ലാരിഫൈ 4 of Wands. 4 of Wands ഒരു വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ കാർഡാണ്, പോസിറ്റിവിറ്റിയുടെ കാർഡാണ്, പുതിയ തുടക്കങ്ങളുടെ കാർഡാണ്. ക്ലാരിഫൈ 4 of Wands. എന്താണ് 4 of Wands കൊണ്ട് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ലവേഴ്സ്, 8 of Wands ആൻഡ് 10 of Pentacles. ഓക്കെ, അവിടെ ഒരു കല്യാണം തന്നെയാണ്.
അവർ ഫാമിലിയെ ഇൻവോൾവ് ചെയ്ത്, കാരണം നിങ്ങളോട് വളരെയധികം സ്നേഹമാണ്. ലവേഴ്സ് കാർഡൊന്നും ഒളിച്ചു വെച്ചതാണ് കേട്ടോ. അവിടെ അവരുടെ ഫാമിലിയുടെ അടുത്ത് ഓൾറെഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോകുന്നു നിങ്ങളോടുള്ള സ്നേഹം. അതായത് അവർക്കിനി അടുത്ത സ്റ്റെപ്പിലേക്ക് മുന്നോട്ട് പോകണം. അവിടെ നിങ്ങൾക്ക് ഒരു പ്രപ്പോസലായിട്ട് പ്രോപ്പറായിട്ട് വീട്ടിൽ വന്ന് ആലോചിക്കണമല്ലോ കല്യാണമൊക്കെ. അങ്ങനെ വീട്ടുകാരെ ഇൻവോൾവ് ചെയ്ത് ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് വന്ന് അടുത്ത ഒരു ഘട്ടത്തിലേക്ക് നിങ്ങളുടെ സ്നേഹത്തിനെ കൊണ്ടുപോകാനും നിങ്ങളുമായിട്ടൊരു സ്റ്റേബിൾ ലൈഫ് ഉണ്ടാവാനും അവരാഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് അവിടെ കാണിക്കുന്നത്. അടുത്ത സ്റ്റെപ്പ് അവർ ഫാമിലിയുമായി നിങ്ങളുടെ വീട്ടിൽ വന്ന് സംസാരിക്കും. ഒരു പോസിറ്റീവായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. വളരെ പോസിറ്റീവായിട്ടാണ് നമ്മൾ ഇന്നത്തെ റീഡിങ് തുടങ്ങിയത് അല്ലേ. 11 കാർഡാണ്. വളരെ പോസിറ്റീവ് റെസ്പോൺസാണ് അവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും വരുന്നത്. ക്ലാരിഫൈ 7 ഓഫ് കപ്സ്. ക്ലാരിഫൈ 7 ഓഫ് കപ്സ്. വൈ 7 ഓഫ് കപ്സിലോ? എന്തുകൊണ്ടാണ് 7 ഓഫ് കപ്സ്? എന്ത് ആക്ഷനാണ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പോകുന്നത്? 10 of swords, okay. 4 of pentacles. Queen of cups. Queen of cups bottom of the deck ആയിരുന്നു കേട്ടോ. അതായത് അവർ പല റെസ്പോൺസിബിലിറ്റീസിൽ പെട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് യാതൊരു ഐഡിയ ഇല്ലാത്തൊരു സിറ്റുവേഷനിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ടോട്ടലി കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. ഇമോഷണലാണ് നിങ്ങളെ പ്രതി. വളരെ സങ്കടം തോന്നുന്നുണ്ട്. നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കിയിട്ടും മനസ്സിലായിട്ടില്ല എന്ന് ഭാവിച്ച് ഇരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ കേട്ടോ. കാരണം അവർക്ക് ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നോട്ട് വന്ന് നിങ്ങളുടെ കൈ പിടിക്കാൻ അവർക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ വളരെ സന്തോഷത്തോടെയൊന്നും അല്ല തീരുമാനം എടുത്തിരിക്കുന്നത്. അവിടെ ഒരു വെയിറ്റിംഗ് പീരീഡാണ് കേട്ടോ. ഇവരുടെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്തതിന് ശേഷം മാത്രമേ ഇവരുടെ ഇമോഷണൽ സൈഡിലേക്ക് അവർക്ക് നോക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷനിൽ അവർ സ്നേഹം മനസ്സിൽ അടക്കി പിടിച്ച് വെയിറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. ഇമോഷൻസ് ഉണ്ടോ ചോദിച്ചാൽ ഒരുപാട് ഇമോഷൻസ് ഉണ്ട് നിങ്ങളുടെ അടുത്ത്, പക്ഷേ പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല. കാരണം ലൈഫ് സിറ്റുവേഷൻ അങ്ങനെയാണ്. വളരെ പെയിൻഫുള്ളായിട്ട് തന്നെയാണ് അവർ ഇരിക്കുന്നത് കേട്ടോ. ക്ലാരിഫൈ പേജ് ഓഫ് പെൻറ്റക്കിൾസ്. ക്ലാരിഫൈ പേജ് ഓഫ് പെൻറ്റക്കിൾസ്. ക്ലാരിഫൈ പേജ് ഓഫ് പെൻറ്റക്കിൾസ്. ഏതൊക്കെ ആർക്കൊക്കെ റെസനേറ്റ് ആകുന്നു അത് മാത്രം എടുക്കുക കേട്ടോ. ബാക്കിയൊന്നും വിട്ട് കളയല്ല, എല്ലാവർക്കും ഉള്ളതല്ല. ക്ലാരിഫൈ പേജ് ഓഫ് പെൻറ്റക്കിൾസ്. ദി സ്റ്റാർ, ദി സൺ, ആൻഡ് ദ മ്യൂജീഷ്യൻ. വാവ്, ഭയങ്കര നല്ല കാർഡ്സ് ആണല്ലോ. അവർക്ക് നിങ്ങളെപ്പറ്റി വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. നിങ്ങൾ അവരുടെ ലൈഫിലുള്ള താരമാണ്, സൂര്യനാണ്, വെളിച്ചമാണ്, എല്ലാമാണ്. നിങ്ങൾ വന്നതിന് ശേഷം അവർക്ക് അവർ ശാന്തി സമാധാനമൊക്കെ അനുഭവിച്ച് നിങ്ങൾ വന്നതിന് ശേഷമാണ് ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നടന്നു. അവരുടെ ലൈഫിൽ തടസ്സപ്പെട്ട് കിടന്ന കാര്യങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് നിങ്ങൾ വന്നതിന് ശേഷം. അപ്പോൾ നിങ്ങൾ അവർക്ക് ഭയങ്കര ലക്കിയാണെന്ന് അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അത് നിങ്ങളെ തന്നെയാണ് 24 മണിക്കൂറും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ വളരെ ഇഷ്ടമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. തുടർച്ചയായിട്ട് നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ കാണുന്നത്. നിങ്ങൾ ഇൻ കോണ്ടാക്റ്റാണ്, നല്ല റിലേഷൻഷിപ്പിലാണ്, പരസ്പരം മെസ്സേജസ് അയക്കാറുണ്ടായിരിക്കും, പരസ്പരം സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. നല്ല രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അതൊരു പോസിറ്റീവ് സെൻസിലേക്ക് നിങ്ങൾ അവരുടെ ലൈഫിൽ എന്നും വേണമെന്ന് തന്നെ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് റിലേഷൻ ഇങ്ങനെ തന്നെ തുടർന്ന് മുന്നോട്ട് നല്ല രീതിയിൽ പോകുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ എന്നും ലൈഫിൽ വേണമെന്ന് പറഞ്ഞ് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. തീർച്ചയായും ഇതൊരു നല്ല രീതിയിൽ തന്നെ ഈ റിലേഷൻഷിപ്പിൻ്റെ ഒരു റിസൾട്ട് വരും. ഓക്കെ, ക്ലാരിഫൈ ദി എംപറർ. ക്ലാരിഫൈ ദി എംപറർ. ക്ലാരിഫൈ ദി എംപറർ. ടവർ. ഓക്കെ, 3 ഓഫ് സ്വാർഡ്സ്, ദ വേൾഡ്. അവിടെ 2-3 സിനാറിയോ നമുക്ക് എടുക്കാം. എന്തായാലും അവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ ആണ്. ഓക്കെ,
ഒന്നുകിൽ ഇവർ ലോങ് ഡിസ്റ്റൻസിലാണ്, നിങ്ങളുടെ ഇടയിൽ ഒരു മേജർ ഏജ് ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, എല്ലാം കൊണ്ടും അവർ ഈ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാൻ തയ്യാറല്ല എന്നുള്ള രീതിയിലിരിക്കുന്നതായിട്ട് കാണുന്നു. രണ്ടാമത് ഇവരുടെ ഈഗോ ഇഷ്യൂസ് ആയിരിക്കാം. സോഷ്യൽ സ്റ്റാറ്റസ്, പദവി, അവർ ഇരിക്കുന്ന പദവി, അതുപോലെ കാസ്റ്റ്, കൾച്ചർ, റിലിജിയൻ ഡിഫറൻസ്, സാമ്പത്തികപരമായിട്ടുള്ള ഡിഫറൻസസ്, അങ്ങനെയൊക്കെ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കും. അതുമൊക്കെ അവർക്ക് ആ റിലേഷൻഷിപ്പിനൊരു തടസ്സമായിട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ട് അവർ ഒന്നും ചെയ്യാതെ ഇരിക്കാനാണ് തൽക്കാലം തീരുമാനിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ സിനാറിയോ വരുന്നത് ഇവരുടെ വീട്ടിൽ ഇഷ്യൂ ആയിരിക്കും. ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം കൊണ്ട് തന്നെ, അത് കാസ്റ്റ്, കൾച്ചർ, റിലിജൻ മുതലായ അങ്ങനത്തെ ഡിഫറൻസസ് ഉണ്ടല്ലോ, അതെല്ലാം വെച്ച് വീട്ടിൽ എതിർപ്പ് ഉണ്ടായിരിക്കും, വളരെ പ്രബലമായ എതിർപ്പ് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലും ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇടയിൽ ഒരു ടവർ മൂവ്മെൻറ്റും ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനും വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇതിലേത് സിനാറിയോ ആണോ നിങ്ങൾക്ക് യോജിക്കുന്നത് അതുപോലെ എടുക്കുക കേട്ടോ. എന്തായാലും അവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ ആണ് കാണുന്നത്. ഇതിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇങ്ങനെ കാർഡ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് ഈ എത്രയോ പേര്, പലരും സബ്സ്ക്രൈബ് ചെയ്യാതെയും ഈ വീഡിയോസ് കാണാറുണ്ട് അല്ലേ. അപ്പോൾ അത്രയും പേരുടെ എനർജിയാണ് നമുക്ക് കണക്റ്റ് ആവുന്നത്. ഇതെല്ലാം എല്ലാവർക്കും റെസനേറ്റ് ആകില്ല കേട്ടോ. അതുകൊണ്ട് എന്തെങ്കിലും ഒരു നെഗറ്റീവ് വരുമ്പോഴേക്കും അയ്യോ അത് എനിക്കുള്ളതായിരിക്കും എന്ന് ഓർത്ത് ടെൻഷൻ ആവണ്ട, പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കുക. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നതാണ്, നിങ്ങൾ പലരും ടെൻഷൻ ആവും, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ആരെയും പേടിപ്പിക്കാനോ വിഷമിപ്പിക്കാനോ അല്ല പറയുന്നത്. കാർഡ്സ് എന്താണോ പറയുന്നത് അത് നിങ്ങളുടെ അടുത്ത് കൺവേ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോലി അല്ലേ. നമുക്ക് പേഴ്സണൽ റീഡിങ് എടുക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളത് എക്സാക്റ്റായിട്ട് അറിയാൻ പറ്റും. ഓക്കെ, ഞാൻ പേഴ്സണൽ റീഡിങ് എടുക്കാൻ വേണ്ടി പറയുന്നതല്ല കേട്ടോ. ഞാൻ പറയുന്ന ജനറൽ റീഡിങ്ങിൽ പറയുന്ന കാര്യങ്ങൾ എത്രയോ പേരുടെ എനർജി കണക്റ്റഡ് ആയിട്ട്, അതിൽ ആരുടെയൊക്കെ എനർജിയാണ് ഇവിടെ കണക്റ്റ് ആവുന്നതെന്ന് നമുക്കറിയില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നെഗറ്റീവ് വരുമ്പോഴത്തേക്കും വല്ലാതെ ഡിപ്രസ്ഡ് ആവേണ്ട കാര്യമില്ല. ഓക്കെ, ഒരു ഗൈഡൻസ് ആയിട്ട് മാത്രം അത് എടുത്താൽ മതി കേട്ടോ. ക്ലാരിഫൈ 4 of Pentacles, ക്ലാരിഫൈ 4 of Pentacles, ക്ലാരിഫൈ 4 of Pentacles. നെഗറ്റീവ് വരുമ്പോൾ നിങ്ങളെക്കാളും വിഷമമാണ് എനിക്ക്. ക്ലാരിഫൈ 4 of Pentacles, ക്ലാരിഫൈ 4 of Pentacles. Strength, okay. King of Cups and 6 of Cups. അതെന്തായിരുന്നു? ഓക്കെ, അവർ കുറച്ച് ഫൈനാൻസസിലൊക്കെ ശ്രദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ പ്രതി വളരെ പൊസസീവാണ് നിങ്ങളുടെ പേഴ്സൺ കേട്ടോ. നിങ്ങളുടേത് ലോങ് ടേം റിലേഷൻഷിപ്പ് ആയിരിക്കണം. നിങ്ങൾ സ്കൂൾ കോളേജ് ടൈം മുതലൊക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിരിക്കണം. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഒരുപാട് കാലമായിട്ട് നിങ്ങൾക്ക് പരസ്പരം അറിയാം. ഇപ്പോൾ പരിചയപ്പെട്ട റിലേഷനിലായതൊന്നുമല്ല, കുറച്ച് കാലമായിട്ട് അറിയാം. നിങ്ങളെപ്പറ്റി തന്നെ തുടർച്ചയായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഒരു വെയിറ്റിംഗ് പീരീഡാണ്. കാരണം സേവിങ്സിലേക്ക് കുറച്ച് ശ്രദ്ധ പോകുന്നതായിട്ട് കാണുന്നു. ഒരുപാട് സ്നേഹമാണെങ്കിലും ഉടനെ ഒരു ആക്ഷൻ വരുന്നില്ല. വിട്ടുപോകുന്നതൊന്നുമല്ല, സേവിങ്സാണ് അവിടെ പ്രശ്നമായിട്ടിരിക്കുന്നത്. ജോലിക്ക് കയറിയിട്ടൊക്കെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ആ സേവ് ചെയ്യാനുള്ളൊരു ഒരു ആ സമയം ഇത്തിരി നിങ്ങൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്യണം എന്നവർ പറയുന്നു. അത്രയേ ഉള്ളൂ കേട്ടോ. ഒന്ന് സെറ്റിലായതിന് ശേഷം നിങ്ങളുടെ കാര്യം മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഓർമ്മകളിൽ തന്നെയാണ് ഇത്. എവിടെ ഇരുന്നാലും, ജോലി ചെയ്യുമ്പോഴും അതെ, എന്ത് ചെയ്യുമ്പോഴും അതെ, നിങ്ങളുടെ ചിന്തകൾ കണ്ടിന്യൂസ് ആയിട്ട് ഇവരുടെ മനസ്സിൽ വന്നു പോയിക്കൊണ്ടിരിക്കുക. അവരും അക്ഷമരാണ് കേട്ടോ. അവരും ക്ഷമയില്ലായ്മ ഫേസ് ചെയ്യുന്നുണ്ട്. എത്രയും വേഗം ഈ റിലേഷൻ ഒരറ്റം എത്തിക്കണമെന്ന് തന്നെ അവരും ചിന്തിക്കുന്നുണ്ട്. ക്ഷമയില്ലായ്മ അവർക്കും ഉണ്ട്. പക്ഷേ കുറച്ചൊരു ഫൈനാൻഷ്യൽ കാര്യങ്ങൾ അവർക്ക് സോൾവ് ചെയ്യാനുണ്ട്. അതിനുശേഷം നിങ്ങളുടെ അടുത്തേക്ക് ഓടിയെത്തും എന്ന് തന്നെയാണ് കാണുന്നത്. സേവിങ്സ്, അതേപോലെ പൊസസീവ്നെസ് ഭയങ്കരമാണ് ഇവർക്ക് നിങ്ങളുടെ അടുത്ത് കേട്ടോ. എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ ആക്ടിവിറ്റീസൊക്കെ അവർ ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ വേറെ ആരെ പറ്റി സംസാരിക്കുന്ന പോലെ ഇവർക്ക് ഇഷ്ടമല്ല. അത്രയും ഇഷ്ടമാണ് നിങ്ങളെ. ഭയങ്കര പൊസസീവാണ് നിങ്ങളുടെ കാര്യത്തിൽ. ഓക്കെ, ക്ലാരിഫൈ 3 of Wands, ക്ലാരിഫൈ 3 of Wands, ക്ലാരിഫൈ 3 of Wands. ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാനും സാധ്യതയുണ്ട് അവിടെ. എന്താണ് ക്ലാരിഫൈ ചെയ്തിട്ട് നോക്കാം.
പേജ് ഓഫ് വാൻസ്, ക്വീൻ ഓഫ് വാൻസ് ആൻഡ് ടു ഓഫ് കപ്സ്. യെസ്, അത് ലോങ് ഡിസ്റ്റൻസ് തന്നെയാണ് കേട്ടോ. കാരണം 3 ഓഫ് വാൻസ് വരുമ്പോൾ നമ്മളൊരു തേർഡ് പാർട്ടി ഉണ്ടോ എന്ന് ഞാനൊന്ന് സംശയിച്ചു. പക്ഷേ മറ്റ് കാർഡ്സ് വെച്ച് നോക്കുമ്പോൾ അത് ലോങ് ഡിസ്റ്റൻസ് ആണ്. ലോങ് ഡിസ്റ്റൻസ് ആണ്. അവർ ലോങ് ഡിസ്റ്റൻസിൽ നിന്നും നിങ്ങളെ കാണാൻ വരാൻ പ്ലാൻ ചെയ്യുന്നു. ഓക്കെ, നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, റെസ്പെക്റ്റാണ്. എന്താ പറയുക, നിങ്ങളുടെ ക്യാരക്ടറിൽ ഇവർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് നിങ്ങളുടെ. നിങ്ങളെ കാണാനും അതെ, അവിടെ നിങ്ങളെ കാണാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു മെസ്സേജ് 1-2 ദിവസത്തിനകം തന്നെ നിങ്ങളെ കാണാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു മെസ്സേജ് നിങ്ങളുടെ പേഴ്സണിൽ നിന്നും കിട്ടും. നിങ്ങൾ തമ്മിൽ കാണാനുള്ള സാഹചര്യവും ഉണ്ടാവുന്നുണ്ട്. ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ ട്രാവൽ ചെയ്ത് വന്ന് നിങ്ങൾ തമ്മിൽ കണ്ട് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള സാഹചര്യം അവിടെ കാണുന്നു. ഒരു റീയൂണിയൻ നിങ്ങളുടെ ഇടയിൽ കാണുന്നു. തീർച്ചയായും ഇവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും, നിങ്ങളെ വന്ന് കാണും, നിങ്ങളൊരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നു. നല്ല രീതിയിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യും കേട്ടോ. ഉടനെ തന്നെ ഒരു കോൾ, ഒരു മെസ്സേജ് എല്ലാം ഇവരുടെ ഭാഗത്തു നിന്നും വരുന്നതാണ്. ലോങ് ഡിസ്റ്റൻസിലുള്ളവരാണ് കൂടുതലായിട്ട് ഇവർ കേട്ടോ. ക്ലാരിഫൈ പേജ് ഓഫ് വാൻസ്. വീണ്ടും അതൊരു കോൾ മെസ്സേജ് ഒക്കെയാണ്. ക്ലാരിഫൈ പേജ് ഓഫ് വാൻസ്, ക്ലാരിഫൈ പേജ് ഓഫ് വാൻസ്, ക്ലാരിഫൈ പേജ് ഓഫ് വാൻസ്. നൈറ്റ് ഓഫ് സ്വാർഡ്സ്, 4 ഓഫ് കപ്സ് ആൻഡ് ഡെത്ത്. അവിടെ നിങ്ങൾ ഇൻ കോണ്ടാക്റ്റ് ആണ് കേട്ടോ, ഇൻ കോണ്ടാക്റ്റ് ആണ്. ഇവർ കുറച്ച് ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള പേഴ്സൺ ആണെന്ന് വെച്ചാൽ എടുത്ത് ചാടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. അവിടെ എന്തെങ്കിലും കാരണവശാൽ ഒരു വാക്ക് തർക്കമോ എന്തെങ്കിലും ഉണ്ടായിട്ട് ഇവർ ഇമ്പൾസീവായിട്ട് എന്തോ പറഞ്ഞു, നിങ്ങൾക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഒന്ന് കോണ്ടാക്ട് ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ അവർക്ക് നിങ്ങളെ ഭയങ്കര മിസ്സിങ് ആണ്. ചെറിയ വഴക്കൊക്കെ ആയിരിക്കും, ഭയങ്കര വലിയ വഴക്കൊന്നുമല്ല. ചാറ്റ് ചെയ്യുമ്പോഴായിരിക്കും മിക്കവാറും വഴക്കിട്ടിട്ടുണ്ടാവുക, അല്ലെങ്കിൽ കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. തമ്മിൽ കാണുന്ന സമയത്തല്ല, ഓൺലൈൻ റിലേറ്റഡ് ആക്ടിവിറ്റിയിലാണ്. ആ സമയത്ത് എന്തോ ഒരു വാക്ക് തർക്കം ഉണ്ടായി, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി, ഇവർ ഹാർഷായിട്ട് എന്തോ പറഞ്ഞു. അവിടെ നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ അടുത്തേക്ക് ഓടി എത്തും എന്ന് തന്നെയാണ് കാണുന്നത്. വരുന്നതിനെ പറ്റി നിങ്ങൾക്കൊരു കോള് മെസ്സേജ് എന്തെങ്കിലും വരും, കാണാൻ വരുന്നുണ്ട് പറഞ്ഞിട്ട്. അവർ വന്നിട്ട് നിങ്ങളെ പറഞ്ഞ് സമാധാനിപ്പിച്ച് നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണം എന്ന് തന്നെ അവരാഗ്രഹിക്കുന്നു കേട്ടോ. അവരെന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവർ വന്ന് സോൾവ് ആക്കും. ചെറിയ മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ആണെങ്കിൽ അവർ നിങ്ങളുമായി സംസാരിച്ച് കാര്യങ്ങൾ സോൾവ് ചെയ്ത് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. അവർക്ക് നിങ്ങളെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല, ഭയങ്കര മിസ്സിങ് എനർജിയാണ് അവിടെ കാണുന്നത്. ഓക്കെ, ക്ലാരിഫൈ 3 ഓഫ് സോൾസ്, ക്ലാരിഫൈ 3 ഓഫ് സോൾസ്, ക്ലാരിഫൈ 3 ഓഫ് സോൾസ്, ക്ലാരിഫൈ 3 ഓഫ് സോൾസ്. Seven of wands, okay. 8 of cups and 2 of pentacles. ബ്ലോക്കേജ് ആണ്, ഹാർട്ട് ബ്രേക്ക് ആണ് കാണുന്നത്. ജഗ്ലിംഗ് സിറ്റുവേഷൻ ആണ്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ലോങ് ഡിസ്റ്റൻസിലും ആയിരിക്കാം. അവർക്ക് അവിടെ ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെ തൽക്കാലം നിങ്ങളൊരു ബ്ലോക്കേജിലൊക്കെ ആയിരിക്കണം. നിങ്ങളുടെ കോൾസ് ആൻഡ് മെസ്സേജസ് ഒന്നും ഇവർ അറ്റൻഡ് ചെയ്യണ്ടാവില്ല. ജഗ്ലിംഗ് സിറ്റുവേഷനിൽ നിൽക്കുന്നതായിട്ട് കാണുന്നു. അവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷനാണ് നിങ്ങൾക്ക് കാണുന്നത്. നിങ്ങൾ അത്യധികം വേദന അനുഭവിക്കുന്നുണ്ട്. ഈ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും തൽക്കാലം യാതൊരു ആക്ഷനും വരുന്നതായിട്ട് കാണുന്നില്ല. കാരണം ജഗ്ലിംഗ് ആണ്, അവരവിടെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ലോങ് ഡിസ്റ്റൻസിൽ മിണ്ടാതിരിക്കാൻ തന്നെയാണ് അവർ തൽക്കാലം തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ. കേസ് ബൈ കേസ് എടുത്തോളണേ. ടോട്ടലായിട്ട് ബ്ലോക്ക് ചെയ്തിരിക്കുകയായിരിക്കും. ലൈക്ക് കോൾസും മെസ്സേജസിനൊന്നും ഇവർ റിപ്ലൈ ചെയ്യണ്ടാവില്ല. മെയിനായിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് അവിടെ കാണുന്നത്, ലോങ് ഡിസ്റ്റൻസും കാണുന്നത് കേട്ടോ. ക്ലാരിഫൈ ദി എംപ്രസ്. വേറൊരു ഡെക്ക് എടുക്കട്ടെ, ഇതിനകത്ത് കാർഡ്സ് ഒരുവിധം ആയി. ക്ലാരിഫൈ ദി എംപ്രസ്. വൈ ഈസ് എംപ്രസ് ഹിയർ? ക്ലാരിഫൈ ദി എംപ്രസ്. എംപ്രസ് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ എന്താണെന്നുള്ളത്. Nine of Pentacles, 6 of Pentacles, and the Empress. എംപ്രസ് തന്നെ ക്ലാരിഫൈ ചെയ്യാണ്. അത് നിങ്ങളുമായിട്ട്, നിങ്ങളെ പ്രതി അവർ ഹൈലി അട്രാക്റ്റഡ് ആണ്. ഓക്കെ,
ഡബിൾ കൺഫർമേഷനാണ്. എംപ്രസ് കാർഡ് 2 പ്രാവശ്യം വന്നപ്പോൾ ഡബിൾ കൺഫർമേഷനാണ്. നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണമെന്ന് അവർ വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ ഇവരുടെ ലൈഫിൽ വന്നതിന് ശേഷം ഇവർക്ക് ഭയങ്കരമായിട്ട് അബണ്ടൻസ് ഉണ്ടായിട്ടുണ്ട്. പ്രൊമോഷൻസ് കിട്ടുക, ജോബ് ചേഞ്ചിന് ആഗ്രഹിച്ചത് നടക്കുക, ലൈഫിൽ പെട്ടെന്ന് പൈസ വരിക, ഭയങ്കര ലക്കി ആയിട്ട് ഫീൽ ചെയ്യുക, ഭയങ്കര സന്തോഷം വരിക, അങ്ങനെയൊക്കെ ഒരുപാട് സന്തോഷങ്ങൾ, അച്ചീവ്മെൻറ്റ്സ് ഇവർക്ക് നിങ്ങൾ വന്നതിന് ശേഷം ഇവരുടെ ലൈഫിൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങളെന്നും അവരുടെ കൂടെ വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ കൊടുക്കുന്ന കെയർ, സ്നേഹം, അതൊക്കെ ഉണ്ടല്ലോ, അത് ഇവർ നിങ്ങളിൽ നിന്ന് മാത്രമേ അനുഭവിച്ചിട്ടുള്ളൂ കേട്ടോ. നിങ്ങൾക്കൊരു റീപ്ലേസ്മെൻറ്റ് അവരുടെ ലൈഫിലില്ല. നിങ്ങളില്ലാത്തൊരു ജീവിതം അവർക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. അത്രയ്ക്ക് ഇഷ്ടമാണ് നിങ്ങളെ. അവരുടെ കുഞ്ഞിൻ്റെ അച്ഛനമ്മയായിട്ട് നിങ്ങളെയാണ് അവർ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. ലൈഫ് പാർട്ട്ണറായിട്ട് നിങ്ങളെന്നും അവരുടെ കൂടെ വേണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായിരിക്കും നെക്സ്റ്റ് ആക്ഷൻ നമുക്ക് ഊഹിക്കാമല്ലോ. തീർച്ചയായും നിങ്ങളെന്നും അവരുടെ കൂടെ വേണം. നിങ്ങൾ ഒരു കല്യാണം, ഒരു എന്താ പറയുക, ഒരു ജീവിതം ഒന്നിച്ചൊക്കെ തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിന് വേണ്ട ആക്ഷൻസ് അവർ എടുക്കുകയും ചെയ്യും കേട്ടോ. ക്ലാരിഫൈ ദ ലവേഴ്സ്, ക്ലാരിഫൈ ദ ലവേഴ്സ്. Page of Wands, okay, Chariot and bottom of the deck Wheel of Fortune. അവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങൾ ഇൻ കോണ്ടാക്റ്റ് ആണ്. എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ തടസ്സങ്ങളെല്ലാം മറികടന്ന് ഇവർക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഈ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു ഉറച്ച തീരുമാനമെടുത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ഇവർക്ക് നിങ്ങളെ ഒരുപാട് സ്നേഹമാണ്. ഇത് ഇവർ അൺഡിസ്ക്ലോസ്ഡ് ലവ് ആണെങ്കിൽ, അതായത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ലാത്ത സ്നേഹമാണെങ്കിൽ, നിങ്ങൾ പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ട് സ്നേഹമുണ്ട് എന്നുള്ളത്, അവിടെ ഇവർ എന്തെങ്കിലും കാരണവശാൽ നിങ്ങളുടെ അടുത്ത് സ്നേഹം എക്സ്പ്രസ് ചെയ്ത് കാണില്ല. പക്ഷേ ഇപ്പോൾ അവർക്ക് പറയാതിരിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷനായി നിങ്ങളുടെ അടുത്ത്. ആ സിറ്റുവേഷൻ മാറി വന്നിട്ടുണ്ട്, ഒരു പോസിറ്റീവ് സൈഡിലേക്ക് വന്നിട്ടുണ്ട്. അവർ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും ഇവരുടെ ഇഷ്ടം. നിങ്ങളുടെ പേഴ്സൺ മെയിനായിട്ട് ഒരു യൂണിഫോംഡ് ജോബ് ഉള്ള ഒരു വ്യക്തിയായിരിക്കും. ഓക്കെ, അവർ ഒരു ഉറച്ച തീരുമാനവുമായി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുമായിരിക്കാം യൂണിഫോംഡ് ജോബിൽ കേട്ടോ. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ യൂണിഫോംഡ് ജോബ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം. നിങ്ങൾക്ക് പരസ്പര സ്നേഹമാണ്. ഇവർക്ക് എപ്പോഴും തോന്നും നിങ്ങൾ അവരുടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണെന്നൊക്കെ. ഓക്കെ, എന്ത് തന്നെ ആയാലും ആ സിറ്റുവേഷൻ എല്ലാം മാറി മറിഞ്ഞ് ഇവർ നിങ്ങളുടെ അടുത്ത് അവരുടെ സ്നേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, ഒരു പുതിയ ബിഗിനിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. ഓക്കെ, വളരെ നല്ല എനർജി അല്ലേ. ക്ലാരിഫൈ 10 of Pentacles, ക്ലാരിഫൈ 10 of Pentacles, ക്ലാരിഫൈ 10 of Pentacles. ഒരുപാട് പേർക്ക് കമ്മിറ്റ്മെൻറ്റ് വരുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഡെത്ത്, 2 of Cups ആൻഡ് ദ സൺ. ഓക്കെ, ഡെത്ത്, 2 of Cups ആൻഡ് ദ സൺ. ഓക്കെ, ഇവിടെ നമ്മൾ കാണുന്നത് നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി തരാൻ വേണ്ടി ഇവർ ഇത്രയും നാൾ ഇവരുടെ ജോബിൽ ഫാമിലി സ്റ്റെബിലിറ്റിയൊക്കെ വേണ്ടിയിട്ട് ശ്രമിക്കുകയായിരുന്നു. അതായത് വീട്ടിൽ കടമൊക്കെ ഉണ്ടായിരുന്നിരിക്കാം, ഫാമിലി പരമായിട്ടാണ് ഞാൻ പറയുന്നത്. അവിടെ അതൊക്കെ അവർ ഒരുവിധം സെറ്റിലാക്കിയിട്ടുണ്ട്. ഫാമിലിക്ക് പ്രൊവൈഡ് ചെയ്യാൻ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫാമിലിയുടെ പ്രൊട്ടക്ഷനൊക്കെ എല്ലാം ഓക്കെയാണ്. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് അവരുടെ ലൈഫിലേക്ക് വന്നത് എന്ന് തന്നെ അവർ ചിന്തിക്കേണ്ടത്. നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം വേണം, ആ ഫാമിലിയിലേക്ക് നിങ്ങളെയും കൂടി ഇൻക്ലൂഡ് ചെയ്യണം എന്ന് തന്നെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ ഫാമിലിയുമായിട്ട് നിങ്ങളുടെ ഫാമിലിയുടെ അടുത്ത് സംസാരിക്കാൻ വരും. ഒരു കല്യാണം ഒക്കെ തന്നെയാണ് അവിടെ കാണുന്നത്. ഒരു കല്യാണം, എൻഗേജ്മെൻറ്റ്, റീയൂണിയൻ ഒക്കെ തന്നെയാണ് അവിടെ കാണുന്ന. ഒരു ന്യൂ ബിഗിനിങ്, വളരെ പോസിറ്റീവായിട്ടൊരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഫാമിലിയിലേക്ക് നിങ്ങളെ കൂടി വളരെ സ്റ്റേബിളായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, വളരെ നല്ല കാര്യം. ആർക്കൊക്കെ കല്യാണം വരുന്നുണ്ടവർക്ക് എനിക്ക് മെസ്സേജ് അയക്കണം കേട്ടോ. ക്ലാരിഫൈ ദ ഹാൻഡ് മാൻ, ക്ലാരിഫൈ ദ ഹാൻഡ് മാൻ, ക്ലാരിഫൈ ദ ഹാൻഡ് മാൻ, ക്ലാരിഫൈ ദ ഹാൻഡ് മാൻ. Four of Wands, King of Pentacles, Page of Cups. ഓക്കെ, അവിടെ കാര്യം ഹാൻഡാണ് വന്നതെങ്കിലും സംഭവം ഇവരുടെ റെസ്പോൺസിബിലിറ്റീസിൽ പെട്ട് കിടക്കുകയായിരുന്നെങ്കിൽ, സ്റ്റക്കായിട്ട് നിൽക്കുകയായിരുന്നു. എസ്പെഷ്യലി ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് കേട്ടോ. ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റീസിലൊക്കെ പെട്ട് സ്റ്റക്കായിട്ട് കിടക്കുകയായിരുന്നെങ്കിൽ അവരുടെ ചിന്തകൾ മാറി വരുന്നതായിട്ടും
നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ടും നിങ്ങൾ തമ്മിൽ ഇൻ കോണ്ടാക്റ്റ് വരുന്നതായിട്ടും കാണുന്നു. നിങ്ങൾക്കൊരു വിഷ് ഫുൾഫിൽമെൻറ്റ് അവിടെ വരുന്നതായിട്ട് കാണുന്നു. ഒന്നുകിൽ നിങ്ങൾ ജോലി സംബന്ധമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾ ഒരു മീറ്റിങ്ങിലോ ഒരു ഇവൻറ്റിലോ ഒക്കെ വെച്ച് പരസ്പരം കാണാനുള്ള സാഹചര്യം വളരെ പ്രബലമായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അത് സംബന്ധമായിട്ട് ഒരു മെസ്സേജ് ഇവരുടെ മെസ്സേജ് കോൾ ഇവരുടെ ഭാഗത്തു നിന്ന് വരും. അല്ലെങ്കിൽ ഇവരുടെ റെസ്പോൺസിബിലിറ്റി, സെക്കൻഡ് സിനാറിയോ റെസ്പോൺസിബിലിറ്റീസിൽ പെട്ട് ഇവർ സ്വയം മുന്നോട്ട് വരാതെ നിൽക്കുകയായിരുന്നെങ്കിൽ ആ ചിന്തകൾ മാറി മറിഞ്ഞ് ആ സിറ്റുവേഷൻ മാറി നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ടും അതൊരു മാരേജിൽ കലാശിക്കുന്നതായിട്ടും തന്നെയാണ് കാണുന്ന. ഒരു മാരേജ്, ഒരു പ്രപ്പോസൽ, ഒരു കല്യാണം, എൻഗേജ്മെൻറ്റ്, അങ്ങനെയൊക്കെയാണ് അവിടെ കാണുന്നത് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ ഒരു ആക്ഷൻ എടുക്കും. കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയായിരുന്നു, സ്റ്റക്കായിട്ട് നിൽക്കുകയായിരുന്നു. മെയിനായിട്ട് ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടി തന്നെയായിരുന്നു കാര്യം അവിടെ. ഓക്കെ, ഇനി ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് 8 ഓഫ് വാൻഡ്സ്. ക്ലാരിഫൈ 8 ഓഫ് വാൻഡ്സ്, ക്ലാരിഫൈ 8 ഓഫ് വാൻഡ്സ്, ക്ലാരിഫൈ 8 ഓഫ് വാൻഡ്സ്. Lovers, good. The star, 6 of cups. നിങ്ങളെ ഭയങ്കര മിസ്സിങ് എനർജിയാണ്, നൊസ്റ്റാൾജിക് ആണ്. ഓക്കെ, ഒരുപാട് നിങ്ങളെ ഓർക്കുന്നുണ്ട്. നിങ്ങളവരുടെ ലൈഫിൽ സ്റ്റാറാണ്, താരമാണ്. കാരണം ഇവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങളുടെ അടുത്ത് ഒരു സ്പീഡ് കമ്മ്യൂണിക്കേഷൻ, നിങ്ങളുടെ അടുത്തേക്ക് ഒരു സ്പീഡായിട്ടൊരു വരവ്, അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക, വന്ന് കാണും. അവർ വന്ന് കണ്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഹാപ്പി മൊമെൻറ്റ്സ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഭയങ്കര മിസ്സിങ് എനർജിയാണ് 6 ഓഫ് കപ്സ് വെച്ചിട്ട്. ആൻഡ് ലവേഴ്സും രണ്ടും ഒന്നിച്ച് വരുമ്പോൾ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനൊക്കെ അവിടെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവർ ഇൻ കമ്മ്യൂണിക്കേഷൻ, എന്നും നിങ്ങളുമായിട്ട് ഇൻ കമ്മ്യൂണിക്കേഷനായിട്ടിരിക്കും. ഭാവിയിൽ മുന്നോട്ട് പോയി ഈ റിലേഷൻഷിപ്പ് ഒരു മാരേജിൽ എത്തുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം ലോങ് ടേം റിലേഷൻഷിപ്പാണ് നിങ്ങളുടെ. ഇന്നും ഇന്നലെ തുടങ്ങിയ ബന്ധമൊന്നുമല്ല, ലോങ് ടേം ആയിട്ട് നിങ്ങൾക്ക് പരസ്പരം അറിയാം, വളരെയധികം സ്നേഹിക്കുന്നുണ്ട് പരസ്പരം. അത് നല്ല കമ്മ്യൂണിക്കേഷനിലും കാര്യങ്ങൾ സ്പീഡി ആയിട്ട് കാര്യങ്ങൾ നടക്കുന്നതായിട്ടും തന്നെയാണ് കാണുന്നത്. ഡിലേ ഒന്നുമില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഫൈനലൈസേഷന് അവിടെ ഡിലേ ഒന്നും വരുന്നില്ല. കമ്മിറ്റ്മെൻറ്റ് വരുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ പേഴ്സണിൽ നിന്നും ഇനി എന്ത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം. ഓക്കെ, ഒരുപാട് പേർക്ക് പോസിറ്റീവ് തന്നെയാണ്. 1-2 കേസ് മാത്രം നമുക്ക് ഒരു നെഗറ്റീവ് വന്നു അല്ലേ. ഓക്കെ, അപ്പോൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് ഹൈപ്പും കൂടെ ചെയ്ത് തരണം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത സബ്സ്ക്രൈബേഴ്സ് ലൈവ് ട്യൂസ്ഡേ. ഓക്കെ, എല്ലാവരും ജോയിൻ ചെയ്തോളൂ സബ്സ്ക്രൈബേഴ്സ് ലൈവിന്. ഓക്കെ, വേറെ വിശേഷമൊന്നുമില്ല. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. ദൈവാനുഗ്രഹിക്കട്ടെ. ബൈ.